നമസ്കാരം. പലപ്പോഴും വളരെ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ്. BJP പറ്റി പറയുമ്പോഴേക്കും ശരിക്കും ഒട്ടേറെ രാഷ്ട്രീയ ചാണക്യന്മാരുള്ള പലതും പ്ലാൻ ചെയ്ത് നടപ്പാക്കാനുള്ള കഴിവുള്ള ആളുകളുടെ പാർട്ടിയായിട്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പരാജയങ്ങൾ? തോറ്റതല്ലൊന്ന്. അതായത് ഞാൻ 89 വോട്ടിന് തോറ്റു. എങ്ങനെ തോറ്റത്? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 10,000 വോട്ട് എനിക്ക് അധികം കിട്ടി. CPM വോട്ട് പോയി. അപ്പോൾ അവർ ജാതിയാണ് നോക്കിയത്, എല്ലാവരും മാറ്റിയടിച്ചു, കുത്തികയിലാണ് അടിച്ചത്. എന്തായാലും അറിയാലോ, പോയി അറിയില്ലേ. അപ്പോൾ അവരവരുടെ ജാതീയതയും വർഗീയതയും അവിടെ പ്രയോഗിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മത്സരിച്ചു. അന്ന് കിട്ടിയതിനേക്കാൾ, അതായത് 2016 കിട്ടിയതിനേക്കാൾ 12,000 വോട്ട് എനിക്ക് അധികം കിട്ടി. ഏത് മണ്ഡലത്തിൽ കിട്ടുന്നുണ്ട് ഇവിടെ ആൾക്കാർ? അപ്പോൾ ഞാൻ വീണ്ടും 600 വോട്ട് തോറ്റു. ഇത് ആ സമയത്ത് LDF എത്ര കുറഞ്ഞു, ഇപ്പോൾ എത്ര ഉണ്ട് അവിടെ? അത് അവർ പ്ലാൻ ചെയ്ത് അടിക്കുന്നതാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന നിലയിലൊക്കെ ഞങ്ങൾ വരുമ്പോഴേ അവിടെ വിജയിക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും വർഗീയത കാണിച്ചിട്ടല്ല, വ്യക്തിജീവിതത്തിലോ പൊതുജീവിതത്തിലോ എന്തെങ്കിലും മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായി ജീവിച്ചിട്ടല്ല. പക്ഷേ ചില ആളുകളെ തോൽപ്പിക്കണം എന്ന് നിശ്ചയിക്കുന്നത് വേറെ സ്ഥലങ്ങളിലാണ്. ഞാൻ ചോദിക്കട്ടെ, മാതൃഭൂമിയുടെ നേതാവുണ്ടല്ലോ MV ശ്രേയാംസ്കുമാർ, എങ്ങനെ തോറ്റത്? സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ്. നിങ്ങൾ കണക്കുകൾ കള്ളം പറയില്ല. ശശീന്ദ്രൻ എന്ന് പറയുന്ന CPM നേതാവ് 25,000 വോട്ടിന് ജയിച്ച മണ്ഡലമായിരുന്നു അത്. വയനാടിനെ പറ്റി അറിയുന്നവർക്ക് അറിയാലോ. ആ സമയത്ത് UDF-ലായിരുന്നു ശ്രേയാംസ്കുമാറിൻ്റെ പാർട്ടി. ശ്രേയാംസ്കുമാറിൻ്റെ പാർട്ടിക്ക് ഇപ്പോഴും 20,000 ഫിക്സഡ് വോട്ടുള്ള മണ്ഡലമാണ് കൽപ്പറ്റ. വേറെ ഒരു സ്ഥലത്തും ഇല്ല കേട്ടോ. ഈ ജനതാദളൊന്നും 5 വോട്ടില്ലാത്ത പാർട്ടിയാണ്. ഫിക്സഡ് വോട്ട് 20,000 വോട്ട് കൽപ്പറ്റയിൽ അവർക്കുണ്ട്. 25,000-ഉം 20,000-ഉം 45,000. എങ്ങനെ പോയാലും ഒരു 30,000 വോട്ടിന് ശ്രേയാംസ്കുമാർ ജയിക്കേണ്ടതാണ്. സിദ്ദിഖ ജയിച്ചത്. എങ്ങനെ ജയിച്ചത്? ശക്തമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ്. മതങ്ങൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കടന്നു കയറുകയാണ്. പണ്ട് സമുദായ നേതൃത്വം എന്ന് പറയുന്ന ലീഗായിരുന്നു. ഇപ്പം മാറി. ലീഗിന് ഒരു ഹോൾഡും ഇല്ല. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് ജോസ് കെ മാണി തോറ്റത്? ജോസ് കെ മാണി LDF പോയാലും UDF പോയാലും പാലയിൽ ജയിക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ ഇലക്ഷനും ജോസ് കെ മാണി ജയിക്കില്ല. ജോസ് കെ മാണി പാലയിൽ ഇനി LDF പോയാലും ജയിക്കില്ല, UDF പോയാലും ജയിക്കില്ല. എത്ര മണ്ഡലം ഞാൻ കാണിച്ചു തരാം. PC ജോർജ് പോട്ടെ, നിങ്ങൾ വേറെ രീതിയിൽ പറഞ്ഞോളൂ, എന്നെയും കുമ്മനത്തിനെയും വിട്ടോളൂ. സ്ട്രാറ്റജിക്കൽ വോട്ടിങ്ങും മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത വിധം മതസംഘടനകൾ വോട്ടിങ്ങിനെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നു. അപായകരമായ സൂചന. കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം നടത്തിയ ഒരു പരിപാടിയിൽ മഞ്ചേശ്വരത്തും കോന്നിയിലുമൊക്കെ K. സുരേന്ദ്രൻ തോക്കുന്നത് സൂചിപ്പിച്ചുകൊണ്ട് തന്ത്രശാലികളൊക്കെ ഉള്ള പാർട്ടിയാണല്ലോ BJP, എങ്ങനെ എന്നിട്ടും ഈ തോൽവികളൊക്കെ മറികടക്കാൻ പറ്റുന്നില്ല എന്ന തരത്തിലൊരു ചോദ്യം വന്നപ്പോൾ അതിന് K. സുരേന്ദ്രൻ കൊടുത്ത മറുപടിയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. തന്നെയും കുമ്മനത്തെയൊക്കെ തോൽപ്പിക്കുന്നത് BJP-ക്കാരായതുകൊണ്ട് മാത്രമല്ല, താനും കുമ്മനും മാത്രമല്ല ഈ രീതിയിൽ തോൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജോസ് കെ മാണിയും അതേപോലെ തന്നെ ശ്രേയസ്കുമാർ പോലും കൽപ്പറ്റയിൽ അങ്ങനെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കപ്പെട്ട ആളാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, മതം തിരിച്ച് ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടാണ് താനും കുമ്മനവും അതേപോലെ ജോസ് കെ മാണിയും ശ്രേയസ്കുമാറും ഒക്കെ തോറ്റുപോയത്. കണക്കുകളും അദ്ദേഹം പറയുന്നുണ്ട്, വെറുതെ പറയുന്നതല്ല. അത് BJP-ക്ക് മാത്രമല്ല, BJP-യുടെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല ഇങ്ങനെ തോൽപ്പിക്കപ്പെട്ടത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി പോലും തോൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി ജോസ് കെ മാണി പാലയിൽ നിന്നാലും അത് ഏത് മുന്നണിയുടെ കൂടെ നിന്നാലും ജയിക്കില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം വെറുതെ പറയുന്നതല്ല, കണക്കുകൾ നിരത്തിയാണ് പറയുന്നത്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു UDF-ൻ്റെ ഒരു സഖ്യകക്ഷിയായിട്ടുള്ളൊരു പാർട്ടി ഇവിടെ ഉണ്ടെങ്കിലും വോട്ട് ആർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗല്ല, പിന്നിലുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാണ് K. സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. അത് ഏതാണ്ട് സത്യമാണ് താനും. അത്രമാത്രം അപകടകരമാണ് കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയം.